أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل على سيدنا محمد وبارك على آل سيدنا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله، ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي المصطفى محمد صلى الله عليه وسلم: أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, ഉസ്താദുമാരെ, കാരണവന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, മഹാനായ ഖുതുബുസ്സമാൻ അശ്ശൈഖ് അസയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ 432ാമത് ഉറൂസ് മുബാറക്കിൽ ആണ് നാം ഉള്ളത്. ഈ മഹത്തായ സംരംഭത്തെയും സ്ഥാപനത്തെയുമൊക്കെ ജനകീയവൽക്കരിച്ച് വിശ്വോത്തരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നമ്മുടെ അഭിമാനമായിരുന്ന നമ്മുടെ നേതാവായ മർഹൂം താജുൽ ഉലമ ശൈഖുന അസ്സയ്യിദ് അബ്ദുറഹ്മാനിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ദീപ്ത സ്മരണയിലാണ് നമ്മുടെ ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. അല്ലാഹു അവരുടെ ഒക്കെ ദറജ
അള്ളാഹു അങ്ങേയറ്റം ഉയർത്തട്ടെ. അവരുടെ ബറക്കാത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് അള്ളാഹു ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം നൽകട്ടെ. പകരം റാഹത്തും സന്തോഷവും ആഫിയത്തും സിഹത്തും ഖുവത്തും സലാമത്തും തൗഫീഖും അള്ളാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ മാന്യ സുഹൃത്ത് അഹമ്മദ് സഖാഫി നല്ല വഴല് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ വഴല് കുറച്ചുകൂടി നീട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മൂപ്പര് നിർത്തിയത്. ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഒരല്പസമയം ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിന്റെ ശിആറുകളിൽ വളരെ പ്രധാനപ്പെട്ട മഖ്ബറകളെ കുറിച്ചും അല്പസമയം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണെന്ന് നമുക്കറിയാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാം ദീൻ മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇസ്ലാം ദീൻ മാത്രമേ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ എന്ന കാര്യവും ഖുർആൻ നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ഒരാൾ പുൽകിയാൽ അള്ളാഹു അവനിൽ നിന്നത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ ആഖിറത്തിൽ പരാജിതരിൽ പെട്ടവരാകുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ദീൻ മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മതം എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല. ആ കാര്യം വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്, കൃത്യമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ തീർത്തും ആ കാര്യം പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. സഹോദരങ്ങളെ, എന്നാൽ ആ ഇസ്ലാം ദീൻ ഏതാണ്? ഇസ്ലാമിന്റെ പേരിൽ അതിന്റെ അവകാശവാദങ്ങളുമായി പലരും രംഗത്തുണ്ട്. ആ ഇസ്ലാം ദീൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങൾ ഏതാണ്, എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പാരമ്പര്യ ഇസ്ലാമിന്റെ വാഹകരാണ്, അതിൽ അടിയുറച്ചവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹു മരണം വരേക്കും നമ്മെ ആ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. പക്ഷേ പല വസ്വാസുകളും നമ്മുടെ രാജ്യത്ത് ഓൺലൈനിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഒരല്പസമയം ആമുഖം എന്ന നിലക്ക് ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം എന്നത്, യഥാർത്ഥ ഇസ്ലാം എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലങ്ങളിലായി അവിടുത്തെ സ്വഹാബികൾക്ക് പകർന്നുകൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളാണ്. അതിലാർക്കും സംശയമില്ല. ആ 23 വർഷക്കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചും ആ റസൂലുള്ളാഹിൽ നിന്ന് പകർത്തിയതുമായ ആശയങ്ങളാണ്, സ്വഹാബികൾ പകർത്തിയ ആശയങ്ങളാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വഹാബി വര്യന്മാർ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടും കേട്ടും അനുഭവിച്ചും ജീവിച്ച ആ സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം ദീനിനെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി.
ആ സ്വഹാബികൾ അവരുടെ ശിഷ്യഗണങ്ങളായ താബിഉകൾക്ക് ആ ആശയങ്ങൾ പകർന്നു കൊടുത്തു. താബിഉകളോ അവരുടെ ശിഷ്യന്മാരായ തബഉ താബിഉകളിലേക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ താബിഉകളുടെയും തബഉ താബിഉകളുടെയും കാലഘട്ടമായപ്പോൾ അത് ആ കർമ്മങ്ങൾ, പ്രിയപ്പെട്ടവരെ, ആ നിയമങ്ങൾ അല്ലെങ്കിൽ ആ ആദർശങ്ങൾ അതൊന്ന് ക്രോഡീകരിച്ചു വെച്ചു. അക്കാലത്ത് ജീവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇമാമുമാർ, അതേ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മഹാമനീഷികളായ 4 പണ്ഡിതന്മാര് ആ ആശയത്തെ ക്രോഡീകരിച്ചു വെച്ചു. ആരാണവർ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഇമ്മ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ, ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും. ആ 4 പണ്ഡിതന്മാർ ഈ ആശയത്തെ ഒന്ന് ക്രോഡീകരിച്ചു വെച്ചു. ഈ ക്രോഡീകരണത്തിനാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സ്വഹാബത്ത് പഠിപ്പിച്ച താബിഉകൾ പകർന്നു നൽകിയ വ്യാഖ്യാനങ്ങളുടെയും ശരിയായ പകർപ്പുകളാണ്, ശരിയായ ആശയങ്ങളാണ്. സഹോദരങ്ങളെ, ആ ആശയങ്ങൾ പിൽക്കാലത്തുള്ള മറ്റു പണ്ഡിതരിലൂടെ, അഇമ്മത്തുകളിലൂടെ, അതേ സലഫു സാലിഹുകളിലൂടെ, സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി 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 കിട്ടിയ ആ മഹത്തായ ആശയങ്ങൾക്കാണ് ഇസ്ലാം ദീൻ എന്ന് പറയുക. ഇത് നമ്മളൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം. 14 നൂറ്റാണ്ട് കാലത്തെ ആ മഹത്തായ ആശയങ്ങൾ അത് സ്വഹാബികളിലൂടെ, താബിഇകളിലൂടെ, തബഉ താബിഇകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുമാരിലൂടെ, മറ്റ് അയിമ്മത്തുകളിലൂടെ, സച്ചരിതരായ മുൻഗാമികളിലൂടെ കൈമാറി കൈമാറി വന്ന ആശയങ്ങളാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്നുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, ചിന്തിക്കുകയാണ്, അതൊന്നും ഞാൻ ഉൾക്കൊള്ളില്ല. എന്റെ മുമ്പിൽ ഖുർആനുണ്ട്, സുന്നത്തുണ്ട്, ഞാൻ അത് മറിച്ചു നോക്കും. അതിന് എനിക്ക് പറ്റിയ ഒരു പരിഭാഷ, ഏതെങ്കിലും ഒരു മൗലവി എഴുതിയ പരിഭാഷയും ഞാൻ വായിക്കും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തോ അതാണ് ഇസ്ലാമായി ഞാൻ മനസ്സിലാക്കുകയുള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ പൂർവികരായ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമൊന്നും എന്നോട് പറയേണ്ടതില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാം ലഭിക്കില്ല. അദ്ദേഹത്തിന് പാരമ്പര്യ ഇസ്ലാം ലഭ്യമാകില്ല. ഖുർആൻ പഠിപ്പിച്ച ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാം അയാൾക്ക് ലഭിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ആ ദീനുൽ ഇസ്ലാമിനെ ഞാൻ പറഞ്ഞല്ലോ, മദ്ഹബിന്റെ 4 ഇമാമുമാര് അത് ക്രോഡീകരിച്ചു വെച്ചു. ഇന്ന് ചില ആളുകൾക്കൊക്കെ ഒരു വാദമുണ്ട്. അതെന്താ? മദ്ഹബൊന്നും വേണ്ട, ഇമാമികളൊന്നും വേണ്ട, പിന്നെയോ ഞങ്ങളുടെ മുമ്പിൽ ഖുർആൻ പരിഭാഷയുണ്ട്, ബുഖാരി പരിഭാഷയുണ്ട്, അത് മതി എന്നൊക്കെ ചിന്തിക്കുന്ന ബാലിശമായ വാദങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മദ്ഹബിന്റെ ഇമാമുമാരെന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള ഏറ്റവും വലിയ മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാരാണ്. ഞാൻ ഒറ്റ കാര്യം പറയാ, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാമത്തെ വ്യക്തിയാണ് ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് പരതിയാൽ കാണാം, 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമുള്ളവരാണ് അവർ. 10 ലക്ഷം ഹദീസ്. സഹോദരങ്ങളെ, 10 ലക്ഷം ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സനദ് സഹിതമാണ്. റസൂലുള്ളാഹിയിൽ നിന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് എത്തിയ പരമ്പര എന്നോട് ആര് പറഞ്ഞു? ഹദ്ദസനൽ ഹുമൈദിയു അബ്ദുല്ലാഹി ഇബ്നു സഈദ് എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ അബ്ദുല്ലാഹി ഇബ്നു സഈദിനോട് സുഫിയാനോട് യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി, അവരോട് ഇബ്രാഹിം തമീമിൽ, ഇങ്ങനെ പരമ്പര. ആ പരമ്പര ഇങ്ങനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 ആളുണ്ടെങ്കിൽ അവരെ ഒക്കെ മനപ്പാടമാക്കണം.
അവരുടെ ചരിത്രം പഠിക്കണം, അവരുടെ കാലഘട്ടം പഠിക്കണം, അവരെവിടെയൊക്കെ ജീവിച്ചു, എന്തൊക്കെ ചെയ്തു, ജീവിതത്തിൽ വല്ലപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ടോ, ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യമാണോ അല്ലേ എന്നിത്യാദി കാര്യങ്ങളൊക്കെ പഠിച്ച് വിധി എഴുതുന്നവരാണ് അവർ. അങ്ങനെയുള്ള 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയവരാണ് ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസ്. ഹാഫിദ് ദഹബി തന്റെ സിയർ അലാമിൻ നുബലയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുബുക്കി തബഖാത്തു ശാഫിഇയ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു റജബിൽ ഹംബലി തബഖാത്തുൽ ഹനാബിലയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം 4ാമത്തെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പാണ്ഡിത്യം നിങ്ങൾ ഓർക്കണം, എത്ര വലുതാണ് അവർ. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത് എന്താ? ഇദാ സുഇൽതു അൻ മസ്അലത്തിൻ, ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഫലം അറഫിഹാ ഹദീസൻ സ്വരീഹൻ, ഞാൻ എന്റെ 10 ലക്ഷം ഹദീസുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ അതിന് മറുപടിയായി അതിൽ ഒരൊറ്റ ഹദീസും എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഫഖുൽതു ബിഖൗലി ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ചോദ്യത്തിന് ഇമാമുൽ അഇമ്മ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്താണോ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും എന്റെ മറുപടി എന്നാണ്. കാരണം എന്തേ? ലിഅന്നഹു ബലഗനി അനിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് എനിക്കൊരു ഹദീസ് ലഭിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുക്കെ, ഭൂമി മുഴുക്കെ വിജ്ഞാനം കൊണ്ട് നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖുറൈശി പണ്ഡിതൻ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഇതാ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഇമാം ഷാഫിയോളം പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ പിന്നീട് ഖുറൈശിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഷാഫി ഇമാം ഈ വിഷയത്തിൽ എന്തു പറഞ്ഞോ അതായിരിക്കും എന്റെ മറുപടി എന്നാണ്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പാണ്ഡിത്യവും വിജ്ഞാനവും എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയും മുമ്പ് ജീവിച്ചവരാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതേ, സ്വഹാബത്തിനെ നേരിൽ കണ്ടവരാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികളെ നേരിൽ കണ്ടവരാണ്. അപ്പൊ ആ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ പാണ്ഡിത്യം, അവരുടെ വിജ്ഞാനം എത്രയാണ് നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില കഥയില്ലാത്ത മൗലവിമാര് പറയുന്നത് എന്താണെന്നറിയോ? ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പച്ചയായി പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. സഹോദരങ്ങളെ, അവരൊക്കെ വലിയ ഹദീസ് പണ്ഡിതരാണ്, ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ളവരാണ്. അതുകൊണ്ട് അവരൊക്കെ ക്രോഡീകരിച്ച ആ ക്രോഡീകരണം, അതാണ് മദ്ഹബുകൾ, അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ആശയങ്ങൾ കൈമാറി 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 വന്നിട്ടുള്ള അതിന്റെ പേരാണ് ഇസ്ലാം എന്നത്. ആ ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഅത്ത്. അതിന്റെ വാക്താക്കൾക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ സുന്നികൾ എന്നൊക്കെ പറയുന്നത് ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ വാക്താക്കൾക്ക് പറയുന്ന പേരാണ്. ഇത് നമ്മളെല്ലാവരും പഠിക്കണം, മനസ്സിലാക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ഈ പാരമ്പര്യ ഇസ്ലാമിലായിരിക്കണം നമ്മളൊക്കെ അടിയുറച്ച് ജീവിക്കേണ്ടത് എന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മളൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിർബന്ധമായും 17 തവണ നമ്മളൊക്കെ ദുആർക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേർവഴിയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ, നേർവഴിയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ. നമ്മൾ ദുആ ചെയ്യുകയാണ്. ഏതാണ് ആ നേർവഴി? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണത്. ഏതാണ് ആ വഴി?
സൂറത്തുൽ ഫാത്തിഹയിൽ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. ഏതാണ് ആ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ശരിയായ മാർഗം ഏതാ? അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ശരിയായ ഇസ്ലാം ഏതാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി അള്ളാഹു പറയുന്നത് എന്താ? സിറാത്തുൽ ഖുർആനി വസ്സുന്ന എന്നല്ല, ഖുർആനിന്റെ മാർഗം സുന്നത്തിന്റെ മാർഗം എന്നല്ല. എന്തേ? ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണല്ലോ. ആണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യമാണ്. അതിലൊക്കെ സംശയമില്ല, അതിലൊന്നും സംശയമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അല്ലാഹു തആല നേർവഴി ഏതാണ് എന്ന് പഠിപ്പിച്ചു തരുന്നിടത്ത്, വിശദീകരിച്ച് തരുന്നിടത്ത് സ്വീകരിച്ച ശൈലി എന്താണ് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. സിറാത്തുൽ ഖുർആനി വസ്സുന്ന എന്നല്ല, ഖുർആനിന്റെ മാർഗം സുന്നത്തിന്റെ മാർഗം എന്നല്ല. എന്തേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം വിഘടന വിധ്വംസക പാർട്ടികൾക്കും അല്ലെങ്കിൽ അവാന്തര വിഭാഗങ്ങൾക്കും അവകാശപ്പെടാം, ഞങ്ങളാണ് ആ പറഞ്ഞ ആളുകൾ, ഞങ്ങൾ ഖുർആന്റെ ആളുകളാ, ഞങ്ങൾ സുന്നത്തിന്റെ വാഹകരാ, ഞങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. നോക്കൂ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകതലത്തിൽ തന്നെ ഖാദിയാനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പ്രവാചകനാണെന്ന വാദവുമായി രംഗത്ത് വന്ന, തലക്ക് സുഖമില്ലാത്ത, അതെ അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച, തലക്ക് വേണ്ടതുപോലെ വെളിവില്ലാത്ത മൂത്രവാർച്ചക്കാരനായ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ താൻ പ്രവാചകനാണ്, നബിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? തെളിവെന്താ? മൂപ്പർക്ക് ഓതാനുള്ളത് ഖുർആനാണ്, സുന്നത്താണ്. നോക്കൂ, നിസ്കാരം 3 വഖത്ത് മാത്രമേ ഉള്ളൂ എന്ന് വാദിച്ച് രംഗത്ത് വന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേര് തന്നെയുള്ള മൗലവി ചേകന്നൂർ മൗലവി നിസ്കാരം 3 വഖത്താന്ന് പറയുന്നവരാണ്. ആ വിഭാഗം അവർക്ക് ഓതാനുള്ളതും ഖുർആനാണ്, അവർക്ക് പറയാനുള്ളതും ഹദീസാണ്. നോക്കൂ, ഇവിടെയുള്ള സലഫികൾ എന്ന് പറയുന്ന വഹാബികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ, പേരെന്ന് പറഞ്ഞാലും മൗദൂദികൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, അവർക്കും ഓതാനുള്ളത് ഖുർആനാണ്. ഖുർആൻ ഓതി അവർ പറയുന്നത് എന്താ? മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളാണ്, മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, അവരൊക്കെ അബൂജഹലുകളാണ്, മുർത്തദ്ദുകളാണ്. ഓതാനുള്ളത് എന്താ? അവർക്കും ഖുർആനാണ്, ഹദീസാണ്. ഖുർആനിനെയും ഹദീസിനെയും ഓതി ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണതയാണ് സഹോദരങ്ങളെ അവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ജല്ല വഅല നമ്മോട് പറഞ്ഞു, നേർവഴി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആ മാർഗം അതേതാണെന്നറിയോ? അത് ഖുർആൻ ആരെങ്കിലും ഓതിയത് കൊണ്ട് മാത്രം ആ മാർഗമാവില്ല. പിന്നെയോ ആ ഖുർആനും ആ സുന്നത്തും നേരിൽ കാണുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങളിൽ അധിഷ്ഠിതമായി സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയും ചെയ്ത മഹാത്മാക്കളുണ്ട്. അവരുടെ മാർഗമാണ് ഇസ്ലാം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആ മഹാത്മാക്കളുടെ മാർഗമാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഇസ്ലാം. ആ മഹാത്മാക്കൾ ആരാ? അത് സൂറത്തുൻ നിസാഇൽ അല്ലാഹു പഠിപ്പിച്ചു. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമ്മൾ പറയുന്ന മഹാത്മാക്കൾ എന്ന് പറയുന്നവർ, അതെ സച്ചരിതരായ ആ സജ്ജനങ്ങളുടെ പാത, അതാണ് ശരിയായ ഇസ്ലാം. സഹോദരങ്ങളെ, അവരുടെ മാർഗമാണ്, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴി. ആ മാർഗം എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, സ്വഹാബത്തിന്റെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴികളാണ്.
അവർ പഠിപ്പിച്ച ആശയങ്ങളാണ്, അവർ പഠിപ്പിച്ച വിശ്വാസമാണ്, അവർ കാണിച്ചു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതാണ് ശരിയായ ഇസ്ലാം. അത് ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ആ മാർഗം അല്ലാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ വഴിയല്ല, വലദ്ദാല്ലീൻ, അത് വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തെ കുറിച്ചാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ശരിയായ മാർഗം, ശരിയായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ മറക്കാതെ ഫാത്തിഹ സൂറത്ത് ദിവസവും നിർബന്ധമായി 17 തവണ ഓതിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലൂടെ, സ്മൃതി പഥത്തിലൂടെ ഈ ആശയം ദിവസവും ഓടിക്കൊണ്ടിരിക്കണം. അതെ, സജ്ജനങ്ങളുടെ, മഹാത്മാക്കളുടെ ആ മാർഗമാണ് ശരിയായ ഇസ്ലാം. അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി. ആ മാർഗത്തിന്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത്. ആ മാർഗത്തിന്റെ പേരാണ്, അതിന്റെ വാഹകർക്ക് പറയുന്ന പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയുന്നത് ഈ മാർഗത്തെ കുറിച്ചാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പേര് ചില ആളുകളൊക്കെ പറയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നതിന്റെ ശേഷാണ് ഇങ്ങനെ സുന്നി, അഹ്ലുസുന്ന എന്തൊക്കെ പേര് പറയാൻ തുടങ്ങിയത് എന്ന ഒരു കുപ്രചരണം ചില ആളുകളൊക്കെ നടത്താറുണ്ട്. ശരിയല്ല. ഈ പേര് നമ്മളാരും പറഞ്ഞതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ബനൂ ഇസ്രായേലിയർ 72 വിഭാഗമായി തീർന്നിട്ടുണ്ട്. 72 വിഭാഗമായി അവർ ശിഥിലമായി. എന്നാൽ വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി തീരും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാവും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാകുന്നു. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുള്ളത്. ആ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. അല്ലാത്ത 72 വിഭാഗവും നരകത്തിലാകുന്നു എന്ന് പറയുന്നത് ആരാ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ആ റസൂലുള്ളാഹി ആ പറയുന്ന ആ പ്രസ്താവന നമ്മൾ ശരിക്ക് പഠിക്കണം. അവിടുന്ന് പറഞ്ഞത് എന്താ? സതഫ്തരിഖു ഉമ്മത്തി എന്ന, എന്റെ ഉമ്മത്ത് അത് ശിഥിലമാകും, 72 വിഭാഗമായി നരകത്തിൽ പോകുമെന്നാണ്. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ആരാ? ഹദീസ് വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അത് ഉമ്മത്തുൽ ഇജാബത്താണ്. ഉമ്മത്തുൽ ദഅവത്തല്ല, ഉമ്മത്തുൽ ഇത്തിബാഉമല്ല, ഉമ്മത്തുൽ ഇജാബത്താണ്. ആ ഇജാബത്തിന്റെ ഉമ്മത്ത് 72 വിഭാഗമായി നരകത്തിൽ പോകും. ആരാണ് ഈ ഉമ്മത്തുൽ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ? അത് ഞങ്ങള് അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്ന ആരെല്ലാം ഉണ്ടോ അവരൊക്കെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ വാഹകരാണ്, ഞങ്ങൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവരാണ് എന്ന് പറയുന്ന കക്ഷികൾ 72 വിഭാഗമായി നരകത്തിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ പോകുന്ന ആളുകൾ ആരാണ്? റസൂലുള്ളാഹിയുടെ ഈ ഹദീസിൽ നിന്ന് സ്പഷ്ടമായി അവര് ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരാണ്, അല്ലേ? അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അവർ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരാണ്, അവർ സ്വതക്ക ചെയ്യുന്നവരാണ്, അവർ പള്ളി ഉണ്ടാക്കുന്നവരാണ്, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ, അവർ താടി വെക്കുന്നവരാണ്. ഇതൊക്കെ അവർ ചെയ്യും. പക്ഷേ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെയും നരകത്തിലാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. നമ്മുടെ ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഒരു ധാരണയുണ്ട്,
എന്തായാലും എന്താ, അവരും നിസ്കരിക്കണില്ലേ, നോമ്പനുഷ്ഠിക്കണില്ലേ, അവരും താടി വെക്കണില്ലേ, ഓലും പള്ളിയിൽ പോണില്ലേ, അവരും ഖുർആൻ ഓതുന്നില്ലേ എന്ന ഒരു മൗഢ്യമായ ചിന്ത നമുക്കുണ്ട്. എന്നാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്താ? അതൊക്കെ ചെയ്യും അവർ, പക്ഷേ കുല്ലുഹും ഫിന്നാർ, അവരൊക്കെ നരകത്തിലാകുന്നു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അല്ല 72 വിഭാഗം നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗപ്രവേശനം നേടുമെന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടല്ലോ, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ ഒരു വിഭാഗം എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിലേക്ക് പോവുക. ഹാഫിദ് അബുൽ ലൈഥി സമർഖന്ദി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം അബുൽ ഫത്ഹ് ഷഹ്റസ്ഥാനി അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, മാ ഹാദിഹിൽ വാഹിദ, ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താകുന്നു. അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ഇമാമുമാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന ഈ പേര് സഹോദരങ്ങളെ നമ്മൾ ഇട്ടതല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പേരാണ്. ഈ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതിൽ നിന്ന് വിഘടിച്ചു പോയാൽ, അതിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചാൽ അവർക്കാണ് മുബ്തദിഉകൾ എന്ന് പറയുക, മതനവീകരണവാദികൾ, സുന്നി അല്ലാത്തവർ എന്ന് പറയുക. അങ്ങനെ സുന്നി അല്ലാത്തവരായാലുള്ള ദുരന്തം എന്താ? അവര് നിസ്കരിക്കുന്നുവല്ലോ, നോമ്പനുഷ്ഠിക്കുന്നുവല്ലോ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, സുന്നിയല്ലാത്ത വ്യക്തി, അതേ പുത്തൻവാദിയായ മതനവീകരണവാദിയായ വ്യക്തി ഉണ്ടല്ലോ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. സൗമൻ, അവൻ നിർവഹിക്കുന്ന നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. വലാ സ്വദഖത്തൻ, അവർ നിർവഹിക്കുന്ന സകാത്ത്, സ്വദഖ, ലക്ഷക്കണക്കിന് രൂപയുടെ സകാത്തും സ്വദഖയും ഒക്കെ അവർ നൽകും, പക്ഷേ അല്ലാഹുവിന് അതിന്റെ ആവശ്യമില്ല. വലാ ഹജ്ജൻ വലാ ഉംറ, പുത്തൻവാദിയായ മനുഷ്യൻ, സുന്നിയല്ലാത്ത മനുഷ്യൻ, അവൻ നിർവഹിക്കുന്ന ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കാതെ തള്ളണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് സുന്നി അല്ലാതെയാവാം, അവനിക്ക് സലഫിയാവാം, അവനിക്ക് മൗദൂദിയാവാം, അവനിക്ക് വഹാബിയാവാം, അവനിക്ക് എന്തുമാവാം. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഞങ്ങൾ പറയുന്നതല്ല, സമസ്ത വന്നതിന് ശേഷം പറയുന്നതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നോക്കൂ നിങ്ങൾ, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു പറഞ്ഞയച്ചതാണ്. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പുത്തൻവാദികൾ, സുന്നിയല്ലാത്ത ആളുകൾ, അവർ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും അല്ലാഹു സ്വീകരിക്കൂല. റസൂലുള്ളാഹി തങ്ങൾ ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, വലാ സർഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഓരൊറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ടോ യഖ്റുജു മിനൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും.
അതാണ് പുത്തൻവാദിയായാലുള്ള ദുരന്തം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊക്കെ മനസ്സിലാക്കണം. എൻ്റെ സഹോദരിമാർ, ഇത് വളരെ ഗൗരവത്തോടെ എടുക്കണം. ചില ആളുകളൊക്കെ പറയും, നമ്മുടെ കുട്ടികൾ, അവനവന്റെ കുട്ടികളെ പുത്തൻവാദികളായ, സലഫികളായ, മൗദൂദികളായ ആളുകളെ സ്ഥാപനത്തിൽ, സ്കൂളിൽ, മദ്രസയിൽ, കോളേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മളെങ്ങനെ അഭിമാനിക്കും? കാര്യം എന്തായാലും എൻ്റെ കുട്ടി ഇപ്പൊ പഴയ മാതിരി ഒന്നുമല്ല, ഓ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഓ പള്ളി പോകുന്നുണ്ട് എന്നൊക്കെ പറയും. എന്താ ഈ നിസ്കാരം കൊണ്ട് കാര്യം? സഹോദരങ്ങളെ, പുത്തൻവാദികളുടെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുകയില്ല. അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മൻ അഹദസ ഹദസൻ, മൻ അഹദസ ഹദസൻ, ആരെങ്കിലും ഒരാൾ പുത്തൻവാദിയായാൽ, സുന്നി അല്ലാത്തവനായാൽ, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ അവൻ സുന്നി അല്ലാത്തവനായിട്ടൊന്നുമില്ല, അവൻ സുന്നി തന്നെയാണ് അവൻ പറയുന്നത്, പക്ഷെ ഓൻ എന്തു ചെയ്തു? ഔ ആവാ മുഹദിസൻ, ഒരു പുത്തൻവാദിയായ വ്യക്തിക്ക്, പുത്തൻവാദി സുന്നി അല്ലാത്ത ആളുകൾക്ക്, സലഫികൾക്ക്, മൗദൂദികൾക്ക് ആവശ്യമായ ഒത്താശ ചെയ്തു കൊടുത്താൽ, ഓർക്കണേ അതിന്റെ ദുരന്തം എന്താണ്? സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിക്കില്ല. ശപിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശാപം അവനുണ്ട്. മലക്കുകളുടെ ശാപവും അവനുണ്ട്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ മനുഷ്യർ, വന്നാസി അജ്മഈൻ, മുഴുവൻ ആളുകളുടെയും ശാപം ഈ സുന്നി അല്ലാതെയായ ആളുകൾ, പുത്തൻവാദിയായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ പുത്തൻവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്കുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ എന്ത് തന്നെ വന്നാൽ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സുന്നി അല്ലാത്ത അവസ്ഥ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയപരമായി ഒരു പക്ഷേ വിവിധ തട്ടുകളിൽ, വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, സാംസ്കാരികമായി വ്യത്യസ്ത തട്ടുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അതൊന്നും ഇസ്ലാമിക വിരുദ്ധമല്ലാത്തിടത്തോളം കാലം നമ്മൾ അതിനെതിർക്കുന്നില്ല. പക്ഷേ ഈമാനികമായി, ആദർശപരമായി, മതപരമായി സുന്നി അല്ലാത്തവരായാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോയാൽ, സഹോദരങ്ങളെ, അവർക്ക് നരകമാണ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞാൽ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനില്ലാതെ സൂഉൽ ഖാത്തിമയോടെ അവന്റെ ജീവൻ നഷ്ടപ്പെടും, അവൻ മരിക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അതാണ് ഇസ്ലാം, പാരമ്പര്യ ഇസ്ലാം അതാണ് സുന്നത്ത് ജമാഅത്ത്. അത് മാത്രമേ സത്യമുള്ളൂ. അതിൽ നമ്മളെല്ലാവരും അടിയുറച്ച് ജീവിക്കാൻ നാം ഒക്കെ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിക ആദർശങ്ങൾ, അതെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ്, അടിസ്ഥാന തത്വമാണ്. തഅളീമു മാ അല്ലമല്ലാഹ് വതഹഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചവയെ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക. അല്ലാഹു നിസ്സാരപ്പെടുത്തിയ ആളുകളുണ്ട്, അവരുടെ നിസ്സാരതയെ നാമും അതേ രൂപത്തിൽ കാണുക, അവരെ പിന്നെ ബഹുമാനിക്കാൻ പാടില്ല. ഈ വിധത്തിൽ ഏതെങ്കിലും ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ.
അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, ബഹുമാനിച്ച സമയങ്ങളെ ബഹുമാനിക്കുക, ബഹുമാനിച്ച വ്യക്തികളെ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. ഞാനത് വിശദീകരിച്ച് പറയേണ്ടതാണ്, അതിലേക്കൊന്നും കടക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ആ ബഹുമാനിച്ച വസ്തുക്കളിൽ, അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അമ്പിയാക്കളും ഔലിയാക്കളും. അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹദീസുകൾ പറഞ്ഞു. അതിലൊക്കെ അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബാദി എന്ന, എന്റെ അടിമകളാണവർ. നമ്മൾ ചിലവരെ പറ്റി പറയില്ലേ, നല്ലത് ചെയ്ത മക്കളെ പറ്റി, 4 or 5 മക്കളുണ്ടെങ്കിൽ ഒരു മകൻ നന്നായി നല്ല മാർക്കോടെ അവൻ ഉന്നതമായ ഒരു വിജയം നേടി പരീക്ഷയിൽ, എന്നാൽ നമ്മൾ അഭിമാനിക്കും, ഓൻ എന്റെ മോനാണ്, മറ്റുള്ള 4 മക്കളും ഇയാളുടെ മോൻ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കെന്താ അഭിമാനിക്കാൻ വകയുണ്ട്, അതുകൊണ്ട് അവൻ എന്റെ മോനാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ അല്ലാഹു അവന്റെ ഔലിയാക്കൾ, ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നത് ഇബാദി, എന്റെ അടിമകൾ എന്നാണ്. എന്റെ അടിമയാണ് അവർ. അള്ളാഹു ബഹുമാനിച്ചവരാണ്. ആ ബഹുമാനിച്ച മഹാത്മാക്കളെ ബഹുമാനിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, അവരിൽപ്പെട്ടവരാണ് അമ്പിയാക്കളും ഔലിയാക്കളും. നമ്മൾ മഖ്ബറകൾ എന്ന് പറയുമ്പോ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഖ്ബറകൾ, ആ മഖ്ബറകൾ എന്ന് പറഞ്ഞാൽ ആ മഹാത്മാക്കൾ അവരുടെ ജീവിതത്തിനു ശേഷം, മരണത്തിനു ശേഷം അവർ ജീവിക്കുന്ന, അവർ വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളാണ് മഖ്ബറകൾ, അല്ലെങ്കിൽ ജാറങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ കേന്ദ്രങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം ഖേദപൂർവം പറയട്ടെ. ഇസ്ലാമിന്റെ പേരിൽ രംഗത്തുള്ള വഹാബികളെന്നോ നിങ്ങളെ നാട്ടിൽ സലഫികൾ എന്നൊക്കെ പറയുന്ന ഈ വിഭാഗം ആളുകൾ പറയുന്നത് എന്താണ്? ഈ മഹാത്മാക്കളുടെ മഖ്ബറകൾ എന്ന് പറഞ്ഞാൽ അത് ലഅനത്തിന്റെ കേന്ദ്രങ്ങളാണ്. മഅദല്ലാഹ്, അത് ശാപകേന്ദ്രങ്ങളാണ്. മുഴുവൻ ജാറങ്ങളും പൊളിച്ചു കളയേണ്ടതാണ്. എത്രത്തോളം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ച കുബ്ബയുണ്ടല്ലോ, ആ ജാറം വരേക്കും അടിച്ചു പൊളിച്ച് നിരപ്പാക്കി കളയും ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ എന്ന് വരെ പറയുന്നവരാണ് നമ്മുടെ രാജ്യത്തുള്ള പുത്തൻവാദികൾ, സുന്നികളല്ലാത്തവർ എന്ന കാര്യം നമ്മൾ പഠിക്കണം. എന്നാൽ ഇസ്ലാമിന്റെ ഭാഷ എന്താണ്? ഇസ്ലാമിന്റെ തീരുമാനം എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് എന്താണെന്നറിയോ? മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറകൾ, അവരുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങൾ. നമുക്ക് പറയാം, നമ്മുടെ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ കേന്ദ്രം, അത് സഹോദരങ്ങളെ അനുഗ്രഹീതമായ കേന്ദ്രമാണ്. അത് മഖ്ബറകൾ പുണ്യ കേന്ദ്രങ്ങളാണ്, അനുഗ്രഹ കേന്ദ്രങ്ങളാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന, ബറക്കത്ത് ഇറങ്ങുന്ന കേന്ദ്രങ്ങളാണെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഇഷ്ടംപോലെ നമുക്ക് പ്രമാണങ്ങൾ എടുത്ത് പരതിയാൽ കണ്ടെത്താൻ കഴിയും. ഞാൻ ഒരൊറ്റ ആയത്ത് പറയാം. സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ വചനം നമുക്കറിയില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജിന്റെ രാത്രി നമുക്കറിയില്ലേ, മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് 7 ആകാശങ്ങളും അർശും കുർസിയും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്ത
ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അതേക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാണം നടത്തിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. എന്നിട്ട് മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നു. ആ മസ്ജിദുൽ അഖ്സക്ക് പരിസരത്ത് ചുറ്റുഭാഗത്തും നമ്മൾ ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. എന്താണ് മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള ഈ പറയുന്ന ബറക്കത്ത് എന്ന് പറയുന്നത്? എന്താണ് അത്? മുഫസ്സിറുകൾ പറഞ്ഞു. ആ ബറക്കത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചു. ആ ബറക്കത്ത് എന്താണെന്ന് അറിയാമോ? ഐ ബിമൻ ദുഫിന ഹൗലഹു മിനൽ അംബിയാഇ വസ്സാലിഹീൻ. തഫ്സീറുൽ ഖുർത്തുബി എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഒട്ടനേകം തഫ്സീറുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം, അവിടെ മറവ് ചെയ്യപ്പെട്ട മഹാത്മാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. എത്രയോ അമ്പിയാക്കളെയും എത്രയോ ഔലിയാക്കളെയും എത്രയോ സാലിഹീങ്ങളെയും മറവ് ചെയ്യപ്പെട്ട കേന്ദ്രമാണ് മസ്ജിദുൽ അഖ്സ. അതുകൊണ്ട് ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബറക്കത്തുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു മഹാൻ, ഒരു വലിയ, ഒരു സാലിഹായ വ്യക്തി, നമ്മൾ പറയട്ടെ ഖുതുബുസ്സമാൻ സയ്യിദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാൻ അവർകളെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവിടെ ബറക്കത്തുണ്ടെന്ന് ഈ ആയത്തിൽ നിന്ന്, ഈ തഫ്സീറുകളിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ, പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. അപ്പൊ ഒരു മഹാൻ മറവിട്ട് കിടക്കുമ്പോ അവിടെ വലിയ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് മഹാത്മാക്കളായ മുഴുവൻ ആളുകളും ആഗ്രഹിച്ചിരുന്നത്. നമുക്കറിയില്ലേ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് തന്നെ അതാ ഒരു ശത്രു വന്ന് കുത്തുകയാണ്. നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി നിൽക്കുമ്പോ ആ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മനുഷ്യൻ വന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുത്തുകയാണ്. അദ്ദേഹം ആ മുറിവേറ്റുകൊണ്ട് അങ്ങനെ ഷഹീദായി മരിക്കുകയാണ്, വഫാത്താവുകയാണ്. ചരിത്രം എല്ലാവർക്കും അറിയാം. മഹാനവറുകൾ ഞാൻ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് മനസ്സിലാക്കിയ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നു, മോനെ, ഞാൻ ഈ രോഗത്തിൽ വെച്ച് മരണപ്പെട്ടാൽ എനിക്ക് മറവു ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത്, എന്റെ സുഹൃത്തായ സിദ്ദീഖുൽ അക്ബറിന്റെ ചാരത്താണ് ഞാൻ എന്നെ മറവു ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ഒരു റൂമിലാണല്ലോ. അതുകൊണ്ട് നീ വേഗം ചെന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികിൽ ചെന്ന് നീ ഒന്ന് സമ്മതം ചോദിക്കണം. ഞാൻ ഇങ്ങനെ സമ്മതം ചോദിച്ചിട്ടുണ്ട് എന്ന് നീ ഒന്ന് പറയണം എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മകനോട് വസിയത്ത് ചെയ്യുകയാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന മകൻ അതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് എത്തുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വിശദമായ ഹദീസാണത്. ഞാനിപ്പോൾ അതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. മകൻ ചെന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെന്ന് ആയിഷ ബീവിയോട് വിവരങ്ങൾ പറഞ്ഞു. എന്റെ ബാപ്പ പറഞ്ഞയച്ചതാണ്. ബാപ്പ ഇങ്ങനെ സുഖമില്ലാതെയാണ്, ഈ മരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് ബാപ്പയെ മറവു ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്താണ്.
അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് സമ്മതം ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നെ അവരുടെ ചാരത്ത് മറവ് ചെയ്യണമെന്നാണ്. കാരണം ഒന്ന് എന്റെ ഭർത്താവാണ്, ഒന്ന് എന്റെ പിതാവുമാണ്. അവരുടെ ചാരത്ത് എന്നെ മറവ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് ഞാൻ എന്നെക്കാളും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് സമ്മതമാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ മറുപടി ഉമറുൽ ഫാറൂഖിന് ലഭിച്ചു. അദ്ദേഹം വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മഹാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫൻ ചെയ്ത് എന്നെ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ മറവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ആയിഷ ബീവിയോട് ചോദിക്കണം. അവരുടെ മനസ്സിന് നല്ല സംതൃപ്തമായ സമ്മതം ലഭിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ചോദിക്കണമെന്ന് പറഞ്ഞു. ആയിഷ ബീവി അത് സമ്മതിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ് അവരെ മറവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഒക്കെ പോയവർക്കറിയാം, റസൂലുള്ളാഹി തങ്ങളെ ചാരത്തെത്തുമ്പോ ആദ്യം റസൂലുള്ളാഹിക്ക് നമ്മൾ സലാം പറയും, പിന്നെ സിദ്ദീഖുൽ അക്ബറിന് സലാം പറയും, പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറയും. കാരണം മഹാനവറുകൾ അവിടെയാണ് മറവു ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താ? അവിടെ മറവു ചെയ്യാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമ്മതം ചോദിക്കാനുള്ള കാരണം എന്താ? ഹാഫിദുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, വഫീഹിൽ ഹിർസു അലാ മുജാവറത്തി സ്വാലിഹീന ഫിൽ ഖുബൂർ. സ്വാലിഹീങ്ങളും മഹാത്മാക്കളുമായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് തന്നെ ഖബർ ആവാൻ ആഗ്രഹിക്കൽ, ഇതിൽ ആഗ്രഹിക്കാൻ പറ്റുമെന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്താ കാരണം? തമഅൻ ഫീ ഇസാബത്തി റഹ്മത്തി ഇദാ നസലത് അലൈഹിം. അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് മഹാത്മാക്കളിലേക്ക് ഇറങ്ങുമ്പോ അതിന്റെ തൊട്ടടുത്തും അതിന്റെ ചാരത്തും മറവു ചെയ്യപ്പെട്ട ആളുകൾക്കും അത് ലഭിക്കുമല്ലോ. അതാണ് അതിന്റെ കാരണം. മാത്രമല്ല, മഹാന്മാക്കളെ സിയാറത്ത് ചെയ്യുമ്പോ ആ മഹാത്മാക്കളുടെ ചാരത്ത് മറവ് ചെയ്യപ്പെടുമ്പോൾ അവർക്കും അവരുടെ ദുആഇന്റെ ഒരു അംശം കിട്ടുമല്ലോ. അതുകൊണ്ടാണത് അത് അനുവദനീയമാണ്, അത് പുണ്യകർമ്മമാണ് എന്നൊക്കെ ഇമാമുമാർ ഹാഫിദുൽ അസ്കലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് തെളിവുകളുണ്ട്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി ഇറങ്ങുന്നില്ല. ഞാൻ പറയുന്നത് അത് അപ്പൊ മഹാത്മാക്കളുടെ മഖ്ബറകൾ എന്നത് പുണ്യ കേന്ദ്രങ്ങളാണ്, അനുഗ്രഹ കേന്ദ്രങ്ങളാണ്. സഹോദരങ്ങളെ, ആ അനുഗ്രഹ കേന്ദ്രങ്ങളിൽ നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യുമ്പോ അല്ല, അവിടെ നമ്മൾ ചെല്ലുമ്പോ ആ മഹത്വങ്ങൾ നമുക്ക് കൂടി ഉണ്ടാവാൻ, അതേറെ ലഭിക്കാൻ അത് കാരണമാണ്. അതുകൊണ്ട് മഹാത്മാക്കളുടെ മഖ്ബറകൾ അത് അനുഗ്രഹ കേന്ദ്രങ്ങളാണ്, പുണ്യ കേന്ദ്രങ്ങളാകുന്നു എന്നാണ് അയിമ്മത്തുകൾ, ഇമാമുമാര് നമ്മെ പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ആ മഹാത്മാക്കളുടെ ജാറങ്ങളിലേക്ക് നമ്മൾ സിയാറത്തിന് പോകുന്നു. സിയാറത്ത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ സിയാറത്തുകൾ നാം കരുതുന്നത് പോലെ സാധാരണ സലഫികളോ അല്ലെങ്കിൽ പിഴച്ച കക്ഷികളോ പറയാറുണ്ട്, സിയാറത്ത് ചെയ്യുക എന്നത് അത് മരണത്തെ ഓർക്കാനാണല്ലോ, അതുകൊണ്ട് മരണത്തെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഉള്ളാളത്തേക്ക് പോണ്ട, ഏർവാടിയിലേക്ക് പോണ്ട, അല്ലെങ്കിൽ മറ്റുള്ള അജ്മീറിലേക്ക് പോകേണ്ടതില്ല, നമ്മളെ നാട്ടിലുള്ള ഖബറുകളിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. മഹാത്മാക്ക ഖബർ സിയാറത്ത് എന്നത് 4 ഇനമുണ്ട്. അതിലെ ഒരു ഇനം മാത്രമാണ് ഈ പാരത്രികമായി നമ്മുടെ ആഖിറത്തെ ഓർക്കാൻ വേണ്ടിയുള്ള സിയാറത്ത് എന്ന് പറയുന്നത്. മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നത് അതിനു വേണ്ടിയല്ല. ഇമാമുമാർ അത് രേഖപ്പെടുത്തി വെച്ചു. മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാണ്? അത് ലിത്തബറുക് ബി അഹ്ലിഹാ, മറവ് ചെയ്യപ്പെട്ട ആ മഹാനെ കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് മുസ്ലിമീങ്ങൾ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നത്. ഉള്ളാൾ ഷരീഫുൽ മദനി തങ്ങളുടെ ഹളറത്തിലേക്ക് ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തുന്നത് എന്തുകൊണ്ടാണ്? അത് മറ്റൊന്നുമല്ല, അവർ ഖുതുബാണ്.
ഔലിയാക്കളിൽ ഉന്നത ശ്രേണിയിലുള്ളവരാണ്, മഹാത്മാവാണ്. അവരെ സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുക്കണം. അതിനു വേണ്ടിയാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തി വെച്ചു, ഫസുവാറുഹും യഊദു അലൈഹിം മദദുൻ ഉഖ്റവിയ്യുൻ. മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ആ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോ മഹാത്മാക്കളിൽ നിന്ന് യഊദു അലൈഹിം മദദുൻ ഉഖ്റവിയ്യുൻ, മഹാത്മാക്കളിൽ നിന്ന് പാരത്രികമായ ഉഖ്റവിയായ ആ ഗുണം, ഒരു സഹായം നമുക്ക് ലഭിക്കും. അതിനാണ് മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുമ്പോ ആത്മീയമായ ഒരു പരിവേഷം അല്ല, ഒരു സഹായം അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്, മഹാത്മാക്കളെ ബറക്കത്തെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്കറിയില്ലേ, ഇമാമുമാരുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, അവരൊക്കെ തന്നെയും മഹാത്മാക്കളെ, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ പോകുന്നു. അവരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. അല്ലേ, മൂസാ നബിയുടെ ഖബറിൽ എത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി. ഞാൻ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയപ്പോ ഖബറിന്റെ ഉള്ളിൽ മൂസാ നബി ചെയ്യുന്നത് എന്താ? റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി. മൂസാ നബി ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ഖബറിൽ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സിയാറത്ത് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇങ്ങനെ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുക എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ള കാര്യവുമാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും വിദൂരതയിൽ നിന്ന് മഹാത്മാക്കളെ ഹദ്റത്തിലേക്ക് വരുന്നത്? ഉള്ളാൾ ദർഗയിലേക്ക് സിയാറത്തിന് വരുന്നത് എന്തിനാ? ഏർവാടിയിലേക്കും അജ്മീറിലേക്കും പോകുന്നത് എന്തിനാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക്, മദീന ശരീഫിലേക്ക് പോകുന്നത് എന്തിനാണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്ത് ചെയ്യുന്ന മഹാത്മാക്കളുടെ വിശ്രമ കേന്ദ്രം, അവരുടെ മഖ്ബറകൾ, അത് മൗളിഉൽ ഇജാബ, അത് ഉത്തരം കിട്ടുന്ന കേന്ദ്രങ്ങളാണ്. നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന കേന്ദ്രങ്ങളാണ്. നമ്മുടെ ഇമാമുമാർ, എത്ര ഇമാമുമാരാണ് അവരുടെ കിതാബിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ അവരുടെ കിതാബു സിഖാത്ത് എടുത്ത് പരിശോധിച്ചാൽ ഹിജ്റ 354 വഫാത്തായ ഇമാം ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ അവർ പറയുകയാണ്, ബഹുമാനപ്പെട്ട അലി മുസല്ലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്, അതേ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പ്രമുഖരാണ്. അവരെ കുറിച്ച് പറയുന്നു, അവരുടെ ഖബർ ഖബറുഹു ബിസനാബാദ്, ഇന്ന് ഇറാനിലെ ഒരു പ്രദേശമാണത്, അവിടെയാണ് അവരുടെ ഖബറുള്ളത്. എന്നിട്ടോ ഖബറുഹു മശ്ഹൂറുൻ, അത് പ്രസിദ്ധമായ ഖബറാണ്. യുസാറു, അതിനെ സിയാറത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ജനങ്ങളെല്ലാവരും വന്ന് സിയാറത്ത് ചെയ്യുന്നു. ബിജംബിർ ഖബരിർ റഷീദ്, റഷീദ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ഹാറൂനുർ റഷീദ് കേട്ടിട്ടില്ലേ? ആ റഷീദിന്റെ ഖബറിന്റെ അരികിലാണ് അവരുടെ ഖബറുള്ളത്. എന്നിട്ട് മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുന്നു, ഖദ് സുർതുഹു മിറാറൻ കസീറാ, ആ ഖബർ, ഇമാം അലി മുസദ്ദിഖ തങ്ങളുടെ ഖബർ ഒരുപാട് തവണ
ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മഹാൻ പറയുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വമാ ഹല്ലത്ത് ബി ശിദ്ദത്തുൻ ഫീ വഖതി മഖാമി ബിതൂസ്. ഇറാനിലെ തൂസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അലി മുസദ്ദിദ തങ്ങളുടെ ഖബറിന്റെ അടുത്ത പ്രദേശം, അവിടെ ഞാൻ താമസിക്കുമ്പോഴൊക്കെ തന്നെയും എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഫസുർതു ഖബർ അലി ഇബ്നു മുസദ്ദിദ, അലി മുസദ്ദിദ തങ്ങളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യും. അങ്ങനെ സിയാറത്ത് ചെയ്താൽ വദഅഉതുല്ലാഹ ഇസാലതഹാ, ആ ഖബർ ഷരീഫിൽ വെച്ച്, ആ മഖ്ബറയിൽ വെച്ച് എന്റെ പ്രയാസം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങ് ദുആ ചെയ്താൽ ഇല്ലസ്തുജീബലി, എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, ആ മഖ്ബറയിൽ വെച്ച് ഞാൻ സിയാറത്ത് ചെയ്ത് എന്റെ ആവശ്യം പറഞ്ഞാൽ വസാലത്ത് അന്നി തിൽക ശിദ്ദ, ആ പ്രയാസം എനിക്ക് നീങ്ങിപ്പോകുന്നു. വഹാദാ ശൈഉൻ ജറബ്തുഹു മിറാറൻ ഫവജതുഹു കദാലിക, ഇത് ഞാൻ ഒരു തവണയല്ല പല തവണ ഞാൻ പരീക്ഷിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ കാര്യമാണ്. അപ്പോഴൊക്കെ എനിക്ക് ഗുണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഹാത്മാക്കളുടെ മഖ്ബറയിൽ ആ സിയാറത്തിനെത്തി ദുആ ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ട്, നേട്ടമുണ്ട്, ഗുണമുണ്ട്, ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഹദീസ് പണ്ഡിതരിൽ വിശ്രുതനായ ഇമാം ഇബ്നു ഹിബ്ബാൻ തന്റെ കിതാബു സിഖാത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. നോക്കൂ, ഹിജ്റ 287 വഫാത്തായ ഹാഫിള് ഇബ്നു അബി ആസിം മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ എന്ന അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട മഹാനുണ്ടല്ലോ, ആ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് പറയുകയാണ്. ആ ഖബറിൽ ചെന്ന് ഞാൻ വല്ല പ്രയാസവും തേടിയാൽ, വല്ല പ്രയാസവും വരുമ്പോ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്താൽ, നോക്കൂ നിങ്ങൾ, ഇദാഹും അഖദഹും അംറുൻ ഖസദ ഇലാ ഖബരിഹി, അദ്ദേഹത്തിന്റെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഉദ്ദേശിച്ചു പോകും. ഫസല്ലമ അലൈഹി വദഅ ബിഹളറതിഹി, ആ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ അങ്ങ് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. വകാന യുറഫു ബിൽ ഇജാബ, മഹാനവറുകൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആ സവിധം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന കേന്ദ്രമായി അറിയപ്പെട്ട സ്ഥലമാകുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഷരീഫ് എന്ന് ഇമാം ഹാഫിള് ഇബ്നു അബി ആസിം തന്റെ അൽ ആഹാദു വൽ മസാനി എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 163-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിളു ദഹബി അവർ രേഖപ്പെടുത്തി വെക്കുന്നു, മഹദിയായ സയ്യിദത്ത് നഫീസ ബീവി റളിയല്ലാഹു അൻഹാ മിസ്രിലാണ് അവരുടെ ഖബറുള്ളത്, മഖ്ബറയുള്ളത്. അവരെ കുറിച്ച് പറഞ്ഞു, വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖബരിഹാ, അവരുടെ ഖബറിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം ഷുവറാണ്, ഉത്തരം കിട്ടാറുണ്ട്. എന്നല്ല, ബൽ വഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീൻ. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഹാഫിളു ദഹബിയാണ് പറയുന്നത്, അമ്പിയാക്കന്മാരുടെ ഖബറിങ്കൽ വെച്ചും സ്വാലിഹീങ്ങൾ, അതെ മഹാത്മാക്കൾ, ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആകുന്ന മഹാത്മാക്കളുടെ മുമ്പിൽ വെച്ച്, അല്ല ഖബറിങ്കൽ വെച്ച് ദുആ ചെയ്താലും ഉത്തരം ഷുവറാണ്. ഹാഫിളു ദഹബി തന്റെ സിയറു അലാമിൻ നുബലയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തിനധികം നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നത് കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്നി ലഅതബറകു ബി അബീ ഹനീഫ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ ശാഫിഈ ഇമാമിനേക്കാളും മുമ്പ് ജീവിച്ചവരാണ്. ഹിജ്റ 150-ലാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. സഹോദരങ്ങളെ, അന്നു തന്നെയാണ്, അല്ലെങ്കിൽ ആ വർഷത്തിലാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതും. രണ്ടും ഒരു ദിവസമാണെന്നാണ്
ചില ചരിത്രകാരന്മാർ പറയുന്നത് അവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നു ഇമാം ശാഫിഈ പറയുന്നു, ഇന്നി ലഅതബറകു ബി അബി ഹനീഫ, ഞാൻ ഇമാം അബൂ ഹനീഫയുടെ മഖ്ബറയിൽ ഖബറിങ്കൽ ചെന്ന് വഅജീഉ ഇലാ ഖബരിഹി, അവിടുത്തെ ഖബറിങ്കൽ ചെന്ന് ഞാൻ അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കുന്നു. വഫാത്തായ അബൂ ഹനീഫ ഇമാമിന്റെ ഹളറത്തിൽ ചെന്ന്, ജാറത്തിങ്കൽ ചെന്ന് അവിടെ മഹത്തുക്കളെ കൊണ്ട് ബറക്കത്തെടുക്കുന്നുണ്ട്. അത് ശിർക്കല്ല, അത് കുഫറല്ല, അത് ബിദ്അത്തല്ല, അത് ഇസ്ലാമിന് പുറത്തല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കണം. എന്നിട്ട് ഇമാം ശാഫിഈ പറഞ്ഞു, ഫഇദാ അറദത് ലീ ഹാജത്തുൻ, എനിക്ക് പ്രത്യേകം വല്ല ആവശ്യങ്ങളും വന്നാൽ ഞാൻ എന്താ ചെയ്യുക? സ്വല്ലൈതു റക്അത്തൈനി, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയുടെ അരികിലുള്ള പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കും. അബൂ ഹനീഫ ഇമാമിന്റെ ഖബറുള്ളത് കൂഫയിലാണ്. വലിയ ജാറത്തോടെയുള്ള ആ ഖബർ ഷരീഫ്, അതിനടുത്തുള്ള പള്ളിയും അവിടെ പോയവർക്കൊക്കെ കാണാവുന്നതാണ്. സഹോദരങ്ങളെ, ശാഫിഈ ഇമാം പറയുന്നു, ആ പള്ളിയിൽ വെച്ച് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. എന്നിട്ടോ ഞാൻ അവിടെ വെച്ച് ദ്വാരക്കൂല. എന്റെ പ്രശ്നം പരിഹരിക്കാനും പ്രത്യേകമായ എന്റെ ആവശ്യം നിറവേറാനും വേണ്ടി ഞാൻ എവിടേക്കാ പോകുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറയുന്നു, വഅജീഉ ഇലാ ഖബരിഹി, ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ചെല്ലുന്നു. അവരുടെ ഖബറിങ്കൽ ചെന്ന് അവിടെ വെച്ച് ഞാൻ അവിടെ വെച്ച് ഞാൻ എന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ജാറത്തിങ്കൽ വെച്ച് ദുആ രക്കുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ വെച്ച് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്യുമ്പോ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ആവശ്യം നിറവേറാതിരുന്നിട്ടില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ ബിദ്അത്തുകാർ പറയുന്നത് എന്താ? സലഫിസ്റ്റുകൾ പറയുന്നത് എന്താ? മൗദൂദികൾ പറയുന്നത് എന്താണെന്നറിയോ? ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ജാറങ്ങളിൽ പോകുന്നവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ പറയുന്നത് അതാണ്. എന്നാൽ ഖുർആൻ 7-ാം വയസ്സിൽ ഹിഫ്ളാക്കിയ, 10-ാം വയസ്സിൽ മുവത്ത എന്ന വിശ്വപ്രസിദ്ധ ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ, 14-ാം വയസ്സിൽ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത നേടിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? ഇല്ല, ഉദ്ദേശ്യ സാഫല്യത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി ജാറങ്ങളിലേക്ക് പോകുന്നവനും അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നവനും അതുകൊണ്ടൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല, കാഫിറാവില്ല, മുശ്രിക്കാവില്ല, അത് ബിദ്അത്താവില്ല. അത് ഉത്തരം കിട്ടാൻ ഏറ്റവും സഹായകമായ കേന്ദ്രങ്ങളാണ്. കാരണം മഹാത്മാക്കൾ അംഗവിശ്രമം കൊള്ളുന്ന മഖ്ബറകൾ അത് പുണ്യകേന്ദ്രങ്ങളാണ്, അത് അനുഗ്രഹങ്ങളുടെ കേദാരമാണ്. അതുകൊണ്ട് അവിടെ വെച്ച് ദുആ നടക്കും, അവിടെ വെച്ച് ദുആക്ക് ഇജാബത്ത് ലഭിക്കും. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ 100 കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഗുരുവര്യനാണ് ഹാഫിദ് മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. മഹാനായ ഹാഫിദ് ഇമാം ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുദദ്ദിസാണ്, അവിടുത്തെ ഇമാമാണ്. മഹാനവറുകൾ ഒരു സന്ദർഭത്തിൽ കാന ഇബ്നുൽ മുൻകദിരി യജ്ലിസു മഅ അസ്ഹാബിഹി, തന്റെ അനുയായികളോട് കൂടെ, ശിഷ്യന്മാരോട് കൂടെ മഹാനവറുകൾ അവിടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫകാന യുസീബുഹു സുമാതുൻ, മഹാനവറുകൾ എന്തോ അല്പസമയം മൗനിയായി, ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, എന്തോ ഒരു ടെൻഷൻ വന്നതുപോലെ. മഹാൻ എന്തു ചെയ്തു? ഫകാന യഖൂമു കമാ ഹുവ, അവിടുന്ന് അങ്ങോട്ട് അതേ പ്രയാസത്തോടെ എഴുന്നേറ്റു പോയത് എങ്ങോട്ടാ?
മദീനത്തെ പള്ളിയുടെ തന്നെ ഒരു ഭാഗത്തുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കിലേക്കാണ് പോകുന്നത്. സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെല്ലുന്നു, ജാറത്തിങ്കൽ ചെല്ലുന്നു. എന്നിട്ടോ അവിടുന്ന് ചെയ്യുന്നത് എന്താ? കുറെ സമയം തന്റെ കവിൾത്തണം ആ ഖബറിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് കുറെ സമയം അവിടെ ചെലവഴിച്ചു. എന്നിട്ട് മഹാനവറുകൾ തിരിച്ചു വരുന്നു. മദീനത്തെ പള്ളിയിലേക്ക് ശിഷ്യന്മാരുടെ അരികിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താണ് ഇപ്പൊ ഞങ്ങൾ ഈ കണ്ടത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, മഹാനവറുകൾ പറയുന്നു, ഇമാം മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഒക്കെ ഗുരുവര്യരായ താബിഈകളുടെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ശൈഖുൽ ഖുറാ എന്ന സ്ഥാനപ്പേരുള്ള മഹാനാണ്. അതെ, താബിഈയായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ മഹാനവറുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇന്നഹു യുസീബുനി ഖതറുൻ, എനിക്ക് ചില ടെൻഷനുകൾ ഉണ്ടാകുന്നു, ചില പ്രയാസം എന്നെ പിടികൂടുന്നു. ഫൈദാ വജത്തു ദാലിക, അങ്ങനെ പ്രയാസം ഉണ്ടായാൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ? ഇസ്തഅൻതു ബിഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കൽ ചെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ ചെന്ന് ഞാൻ സഹായം തേടും. അങ്ങനെ സഹായം തേടുമ്പോൾ മഹാനവറുകൾ പറയുന്നു, അങ്ങനെ ഞാൻ ചെയ്താലോ ഞാൻ എന്റെ രോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുന്നു. ആരാണിത് പറയുന്നത്? താബിഈകളിൽപ്പെട്ട മഹാപണ്ഡിതൻ ഇമാം ഷാഫിയുടെ ഗുരുവര്യരുടെ ഗുരുവര്യൻ, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദുമാരിൽപ്പെട്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. അതാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. അവർക്കാർക്കും ഈ സലഫികൾ പറയുന്ന, ഈ മൗദൂദികൾ പറയുന്ന, ഈ ബിദഅകൾ പറയുന്ന ശിർക്കും കുഫറും സഹോദരങ്ങളെ അവരാരും പഠിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നിന്ന്, താബിഈകളിൽ നിന്ന് ഇങ്ങനെ ഒരു ശിർക്കും കുഫറും അവർ പഠിച്ചിട്ടില്ല. അവർക്ക് ഇത് ശിർക്കാണ്, ബിദ്അത്താണെന്ന വിവരവുമില്ല. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് എത്തുന്നു, ജാറത്തിങ്കൽ ചെല്ലുന്നു, തങ്ങളുടെ പ്രയാസം അവർ അഴിച്ചു വെക്കുന്നു, അവർക്ക് ശമനം ഉണ്ടാകുന്നു. ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഹാഫിളുൽ ദഹബി സിയർ വഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിന്റെ 5-ാമത്തെ വാള്യം 358-ാമത്തെ പേജിൽ ഈ ചരിത്രം, ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നു. എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, അതുപോലെ ഇമാം അബൂബക്കർ തങ്ങൾ അൽ ഇസ്ഫഹാനി മഹാനവറുകളും ഇമാം തബറാനിയും അതുപോലെ അബു ശൈഖ് എന്നവരും 3 പേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ഹിജ്റ 3-ാം നൂറ്റാണ്ട് ഉത്തമ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരാണ്. അവർ പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ മദീനയിലെത്തി. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണമില്ല. സമയം രാത്രി ഭക്ഷണത്തിന്റെ സമയമായി. ഫലമ്മാ കാന വഖ്തുൽ അശാഇ, രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോ ഹളർത്തുൽ ഖബറ, ഞങ്ങൾ ഖബറിങ്കൽ ചെന്നു, റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ ചെന്നു. എന്നിട്ട് വഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ ജൂഅ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് വിശക്കുന്നുണ്ട് നബിയേ, ഞങ്ങൾ വല്ലാതെ വിശക്കുന്നുണ്ട് നബിയേ. അവരുടെ പ്രയാസം റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ കെട്ടഴിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് നമ്മൾ സങ്കടം പറയുമ്പോ, റസൂലുള്ളാഹിയോട് നമ്മൾ ആവലാതി പറയുമ്പോ അത് ശിർക്കാണ്, അത് കുഫറാണെന്നാണ് നമ്മുടെ രാജ്യത്തെ സലഫികളും ബിദഅകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായ മങ്കൂസ് മൗലിദ് ഉണ്ട്, നമുക്കറിയാം. ആ മങ്കൂസ് മൗലിദ് പരമ്പരാഗതമായി സൂഫിയാക്കളും ഔലിയാക്കളും ഒക്കെ ചൊല്ലിയവരും ചൊല്ലിപ്പിച്ചവരുമാണ്.
ആ മൗലിദ് ഓതുന്ന കാരണത്തിനാൽ മുസ്ലിമീങ്ങളായ പാരമ്പര്യ പരശത മുസ്ലിമീങ്ങൾ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ് കേരളത്തിലെ അല്ല നമ്മുടെ രാജ്യത്തെ കർണാടകത്തെയും ഇന്ത്യയിലെയും സലഫികൾ പറയുന്നത്. എന്താ കാരണം? അതിലൊരു വരിയുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്ന, നമ്മളൊക്കെ ചെല്ലുന്ന യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ. അല്ലാഹുവിന്റെ റസൂലിനെ നമ്മളൊക്കെ നീട്ടി വിളിക്കുന്നു, നബിയേ യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ, നേതാക്കളുടെ നേതാവായ നബിയേ ഞാനിതാ അങ്ങയെ പ്രാപിക്കുന്നു നബിയേ. അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദീ, ഞാൻ അവിടുത്തെ സംരക്ഷണ വലയം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, എന്നെ അങ്ങ് നിരാകരിക്കരുതേ നബിയേ. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് നമ്മളൊക്കെ സങ്കടം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സങ്കടം പറയുന്ന കാരണത്തിനാൽ നമ്മൾ മുശ്രിക്കാണ്, കാഫിറാണെന്നാണ് നമ്മുടെ രാജ്യത്തെ ബിദ്അഴികൾ, അതേ സലഫിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത് നിങ്ങൾ ഓർക്കൂ. എന്നാൽ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ ഇമാം ത്വബറാനിയും അബൂ ശൈഖ് ഇസ്ഫഹാനിയും ഉൾപ്പെടെയുള്ള ആ പ്രധാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ റസൂലുള്ളാഹി തങ്ങളെ ജാറത്തിങ്കൽ എത്തിയിട്ട് അവർ പറയുകയാണ്, നബിയേ അൽ ജൂഅ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നബിയേ. ഇന്നത്തെ മദീനയല്ലല്ലോ, ഇന്ന് മദീനയിൽ എത്തിയാ മതി, ഭക്ഷണം ആവശ്യമുള്ളവർക്കൊക്കെ യഥേഷ്ടം ലഭ്യമാണ്. അന്ന് അങ്ങനെയല്ല, പട്ടിണിയും പരിവേദനവുമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നബിയേ, വിശപ്പുണ്ട് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ ചെന്ന് സങ്കടം പറഞ്ഞ് അവർ തിരിച്ചു പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ള ഈ മുഹദ്ദിസായ പണ്ഡിതൻ. അവര് പറയുന്നു, ഖാലലി അത്വബറാനി, ഇമാം ത്വബറാനി എന്നോട് പറഞ്ഞു, ഇമ്മ ഇജ്ലിസ് ഫഇമ്മ അൻ യകൂന റിസ്ഖ് അവിൽ മൗത്ത്, ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ നമ്മൾ മരിക്കേണ്ടി വരും. റസൂലുള്ളാഹിനോട് നമ്മൾ സങ്കടം പറഞ്ഞതല്ലേ, നമുക്ക് ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞ് അവർ റൂമിൽ പോയി വിശ്രമിക്കുന്നു. സഹോദരങ്ങളെ, അല്പം കഴിഞ്ഞപ്പോൾ അതാ അവർക്ക് ഭക്ഷണവുമായി വരുന്നു. ആരാ? ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരാൾ 2 കൊട്ട ഭക്ഷണവുമായി കടന്നു വരികയാണ്. വാതിലിൽ മുട്ടി, വാതിൽ ഞങ്ങൾ തുറന്നു കൊടുത്തു. 2 അടിമകളുടെ കയ്യിൽ 2 കൊട്ട ഭക്ഷണവുമായി ആളിവിടെ ഞങ്ങളുടെ വീടിന്റെ റൂമിന്റെ മുന്നിലെത്തി. ഒരുപാട് ഭക്ഷ്യവിഭവങ്ങൾ അതിലുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വഖാല ശകൗതുമുനി ഇലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആവലാതിപ്പെട്ടിരുന്നോ, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അവർ ചോദിച്ചു, അതെ, ഞങ്ങൾ ഭക്ഷണമില്ലാത്ത കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്ന് നിങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാൻ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഭക്ഷണം എത്തിക്കുന്നത്, ഈ ഭക്ഷണം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ മുഖ്രി, ഇമാം ത്വബറാനി, അബൂ ശൈഖ് ഇസ്ഫഹാനി അവരുടെ അരികിലേക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചതാരാ? ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഹാഫിദുൽ ദഹബിയാണ്. സഹോദരങ്ങളെ, മഖ്ബറയിൽ ചെന്ന് നമ്മൾ തവസ്സുൽ ചെയ്യാറുണ്ട്. അതിന് ഇസ്ലാമികമായി യാതൊരു തകരാറുമില്ല. നമ്മൾ ഇസ്തിഗാസ ചെയ്യാറുണ്ട്, നമ്മൾ ഇസ്തിശ്ഫാ ചെയ്യാറുണ്ട്, നമ്മൾ അവരോട് അവിടെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. ഇതൊക്കെ മഖ്ബറയിൽ ചെന്ന് മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃതങ്ങളാണ്. ഉള്ളാൾ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങളുടെ മഖ്ബറയിൽ ചെന്നാലും നമ്മൾ അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുന്നു, ബറക്കത്തെടുക്കുന്നു, ഇസ്തിശ്ഫാ ചെയ്യുന്നു, തവസ്സുൽ, ഇതൊക്കെ നമ്മൾ അവരെ വെച്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ശിർക്കല്ല, കുഫറല്ല, ഇതൊന്നും അനാചാരമല്ല. ഈ മഹാനായ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങൾ
ഖുതുബുസ്സമാൻ, വലിയായ മഹാൻ, അതുപോലെ മറ്റ് ഔലിയാക്കൾ, അവരൊക്കെ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവ അവതാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. പടച്ചവനാണെന്ന് വിശ്വസിക്കുന്നില്ല. റബ്ബാണെന്ന് നമ്മൾ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹു നൽകുന്ന കറാമത്ത് കൊണ്ട്, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന ആ കഴിവുകളെ കൊണ്ട് അഅ്ബുദുഹു വറസൂലുഹു, അവർ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന വിശ്വാസത്തോടെയാണ് ഈ മഹാത്മാക്കളെ നമ്മൾ സമീപിക്കുന്നത്. അങ്ങനെ മാത്രമേ അവരെ സമീപിക്കാനും പറ്റുകയുള്ളൂ. മുസ്ലിം ലോകത്തതിൽ തർക്കമില്ല. മഹാത്മാക്കളായ ഔലിയാക്കളെ കുറിച്ച് അല്ലെങ്കിൽ അമ്പിയാക്കളെ കുറിച്ച് അവര് അള്ളാഹുവിനെ പോലെയുള്ള ദൈവമാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കീഴിലുള്ള ദൈവമാണെന്നോ ദൈവപുത്രന്മാർ ഒന്നും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിമീങ്ങൾക്കില്ല. ഒരുപക്ഷെ ഹിന്ദുക്കൾക്കുണ്ടാവാം, ക്രിസ്ത്യാനികൾക്കുണ്ടാവാം. മുസ്ലിങ്ങളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് കടുത്ത അപരാധമാണ്, കുഫറാണ്, ശിർക്കാണ്. അതറിയാത്തവർ മുസ്ലിം സമുദായത്തിലില്ല. നമ്മൾ മഹാത്മാക്കളെ അരികിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്? അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അവർ അള്ളാഹു നൽകുന്ന, അവർക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുകളെ കൊണ്ട്, അവർക്ക് നൽകുന്ന മഹത്വങ്ങളെ കൊണ്ട് അവർ സഹായിക്കും. അവർ നമുക്ക് ആവശ്യമായ വിഷയങ്ങളിൽ അവർ ഇടപെടും, അവർ ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവിന്റെ മഹാത്മാക്കളോട് ഇഷ്ടദാസന്മാരായ ആളുകൾ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇടപെട്ട് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മിലേക്ക് മദതുണ്ടാകും, നമ്മിലേക്ക് അവരുടെ തിരുനോട്ടമുണ്ടാകും. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇത് പൂർവകാലം മുതൽ എല്ലാ 14 നൂറ്റാണ്ട് കാലത്തും ഇടതടവില്ലാതെ നടന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഒരാളെങ്കിലും അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, അത് കുഫറാണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം ഹാഫിള് ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് തന്റെ കിതാബുൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു, വമാ സാലന്നാസു മിനൽ ഉലമാഇ വൽ അകാബിരി കാബിറൻ അൻ കാബിരിൻ മശ്രിഖൻ വ മഗ്രിബൻ. എല്ലാ കാലത്തും പണ്ഡിതന്മാരും നേതാക്കളും, അതേ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാത്മാക്കളും, അവർ ലോകത്ത് മശ്രിഖൻ വ മഗ്രിബൻ, അതേ ലോകത്ത് മുഴുക്കെ, മശ്രിഖിലും മഗ്രിബിലും എല്ലായിടത്തും ലോകത്ത് മുഴുക്കയും അവർ ചെയ്തിരുന്നത് എന്താ? യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്തുകൊണ്ട് അവർ ബറക്കത്തെടുക്കാറുണ്ട്. അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, അത് കുഫറാണെന്ന് പഠിപ്പിച്ചിട്ടില്ല, അത് ബിദ്അത്താണെന്ന് അവർക്കാർക്കും തോന്നിയിട്ടില്ല. വയജിദൂന ബറക്കത ദാലിക ഹിസ്സൻ വമഅനൻ. സഹോദരങ്ങളെ, മഹാത്മാക്കളായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ജാറത്തിങ്കലെത്തി അവിടെ ബറക്കത്തെടുത്ത കാരണത്തിനാൽ ആ ബറക്കത്ത് അവർക്ക് ആത്മീയമായും ഭൗതികമായും അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഹാഫിള് ഇമാം ഇബ്നുൽ ഹാജ് തന്റെ കിതാബുൽ മദ്ഖലിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് മഹാത്മാക്കളായ ആ അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെ മഖ്ബറകൾ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു അനുവദിച്ച പുണ്യ കേന്ദ്രങ്ങളാണ്. നോക്കൂ, മഹാത്മാക്കളായ ആളുകൾ ഹാഫിള് ഖതീബുൽ ബഗ്ദാദി തന്റെ താരീഖു ബഗ്ദാദ് എന്ന കിതാബിൽ ഒരു സംഭവം പറയുന്നത് കാണാൻ കഴിയും. അവിടെ താരീഖു ബഗ്ദാദിൽ ബഗ്ദാദിലുള്ള മഹാത്മാക്കളെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അവിടെയുള്ള ഒരു മഖ്ബറയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് കാണാം, അവിടെ ഒരു ഖബറുണ്ട്. എന്താണ്? കാന ഖബറുൻ, അവിടെ ഒരു ഖബറുണ്ട്. എന്താ ഖബറിന്റെ പ്രത്യേകത? യുറഫു ബിഖബരിൻ നുദൂർ, നേർച്ച ഖബർ എന്നാണ് അതിന് പറയപ്പെടാറുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പഴയ കാലം മുതലുണ്ട്. 1000 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് താരീഖു ബഗ്ദാദ്. അതിൽ അന്ന് രേഖപ്പെടുത്തി വെച്ചതാ നേർച്ച ഖബറുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ആ നേർച്ച വയുഖാലു,
ഇന്നൽ മദ്ഫൂന ഫീഹി റജുലുൻ മിൻ വുൽദി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ അല്ലെങ്കിൽ പേരമക്കളിൽപ്പെട്ട ഒരാളാണ് അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പേര് കൃത്യമായി അറിയില്ല. ജനങ്ങൾ അവിടെ വന്ന് ബറക്കത്തെടുക്കുന്നു, സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുക്കുന്നു. ആ നേർച്ച ഖബറിലേക്ക് എന്തെങ്കിലും അങ്ങ് നേർച്ച നേർന്നാൽ അവരുടെ ഉദ്ദേശ്യം സഫലമാകുന്നു. അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. എന്തെങ്കിലും അവിടേക്ക് നേർച്ച നേർന്ന് അവരുടെ ആവശ്യം വന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ ആ ഉദ്ദേശ്യം നിറവേറും. അങ്ങനെയുള്ള ഖബറുൻ നുദൂർ, നേർച്ച ഖബറ് ബഗ്ദാദിലെ മഖ്ബറയിൽ ഉണ്ട് എന്ന് ഹാഫിൽ ഖതീബുൽ ബഗ്ദാദി രേഖപ്പെടുത്തി വെക്കുന്നു. നമ്മൾ ഉള്ളാൾ ഉറൂസിലേക്ക് അല്ല, ഉള്ളാൾ ശൈഖ് മദനി തങ്ങളുടെ ആ ദർഗയിലേക്ക് നമ്മൾ നേർച്ചയാക്കുന്നുണ്ടല്ലോ പല ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി. അതിൽ ഇസ്ലാമികമായി യാതൊരു തെറ്റുമില്ല. അത് കുഫറല്ല, അത് തെറ്റല്ല. സഹോദരങ്ങളെ, നമ്മുടെ ഇമാമിങ്ങൾ അങ്ങനെ ഒരാൾ മഖ്ബറയിലേക്ക് നേർച്ചയാക്കിയാൽ ആ നേർച്ചയുടെ ഹുക്കം എന്താണ്? പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഫതാവൽ കുബ്രയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ബിഗിയത്തുൽ മുസ്തർശിദീനിൽ ഇതിന്റെ ഹുക്കം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേർച്ച നേർന്നാൽ ആ കാശ് എന്ത് ചെയ്യണം? ഇമാമുമാര് അവരുടെ കിതാബുകളിൽ അതിന്റെ മസ്അല പറഞ്ഞു വെച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ മഖ്ബറയിലേക്ക് ദർഗയിലേക്ക് നേർച്ച നേരുന്നത് കൊണ്ട് അതൊരിക്കലും തെറ്റുള്ള കാര്യമല്ല, അത് കുഴപ്പമുള്ള കാര്യമല്ല എന്ന് ഇമാമിയങ്ങൾ വ്യക്തമായി കൃത്യമായി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അത് സംബന്ധമായി പറയാനുണ്ട്. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്, അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസീഖ് വൽ ഉഹൂദ് എന്ന കിതാബ്. അൽ ഉഹൂദ് സുഗ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബാണ്. അതിൽ മഹാനവറുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ഒരു മഹാനായ ഒരു വലിയനെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്ത് ചെയ്യാൻ വരുന്ന സന്ദർഭത്തിൽ മഹാന്റെ ആ മഖ്ബറയിൽ അവിടെ സ്വതക്കകൾ അല്ലെങ്കിൽ സംഭാവനകൾ സ്വീകരിക്കുന്ന പെട്ടി ഉണ്ടാകും, അല്ലെ? അവിടേക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യുന്നത് അത് ഉത്തമമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറെ സഹായകമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി ദീർഘമായ വരികൾ ഉദാഹരണ സഹിതം അത് വിശദീകരിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനിപ്പോ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇനി അവിടെ അങ്ങനെ പെട്ടിയും അങ്ങനെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ, അവിടുത്തെ പെട്ടിയിലിടുന്നില്ലെങ്കിൽ അവിടുത്തെ മഖാമിന്റെ മഖ്ബറയുടെ ഖാദിമായ ആളുകൾക്ക്, ഖാദിമായ വ്യക്തികൾക്ക് ഒരു സ്വതക്ക കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ നടത്തുന്ന ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ അതേറെ സഹായകമാണെന്ന് ഇമാം ഷഅറാനി തന്റെ കിതാബ് അൽ ബഹറുൽ മൗറൂദ് ഫിൽ മവാസീഖ് വൽ ഉഹൂദ് എന്ന ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി. അതിന്റെ പേജ് 103-ാമത്തെ പേജിൽ മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മഹാത്മാക്കളുടെ മഖ്ബറ സാധാരണക്കാരുടെ ഖബറുകൾ പോലെയല്ല. സാധാരണക്കാരായ ആളുകളുടെ ഖബറുകൾ നമുക്കറിയാം, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്യാനാണ് നമ്മൾ പോകാറുള്ളത്. നമ്മൾ മരണത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് പോകാറുള്ളത്. എന്നാൽ മഹാത്മാക്കളുടെ മഖ്ബറയിലേക്ക് പോകുമ്പോ നമ്മുടെ ഈമാനികമായ ഉത്തേജനം ഉണ്ടാവാൻ, അവരിൽ നിന്ന് നമ്മുടെ പാരത്രികമായ ഒരു നന്മ, ഈമാനിന് വർധനമുണ്ടാവാൻ വേണ്ടിയാണ്, അവരെ കൊണ്ട് ബറക്കത്തെടുക്കാനാണ് നമ്മൾ പോകാറുള്ളത്. ഞാനത് വിശദീകരിച്ചു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ കിതാബുൽ ഇആബ് എന്ന ഗ്രന്ഥത്തിൽ അത് വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ മഖ്ബറയിലേക്ക്, മഹാത്മാക്കളുടെ മഖ്ബറയിലേക്ക്, അമ്പിയാക്കൾ ഔലിയാക്കളുടെ മഖ്ബറയിലേക്കുള്ള സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് പണ്ഡിതന്മാരിൽ പലരും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക്, സാധാരണക്കാരുടെ ഉപ്പയുടെ, ഉമ്മയുടെ, ആങ്ങളയുടെ, ഭർത്താവിന്റെ ഖബറൊന്നും സിയാറത്ത് ചെയ്യൽ സുന്നത്തില്ല, ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാത്മാക്കളുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും പുണ്യകർമ്മമാണ്, സുന്നത്താണ്.
പക്ഷേ ഇമാമുമാർ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തുഹഫത്തുൽ മുഹ്താജിന്റെ 3-ാമത്തെ വാള്യം 201-ാമത്തെ പേജിൽ, അതുപോലെ നിഹായത്തുൽ മുഹ്താജിൽ ഇമാം മുഹമ്മദ് റംലി 3-ാമത്തെ വാള്യം 37-ാമത്തെ പേജിൽ, മറ്റ് അയിമ്മത്തുകളൊക്കെ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ വളരെ ഗൗരവത്തിൽ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ പുരുഷന്മാരുടെ മുമ്പിലൂടെ ഇങ്ങനെ അഴിഞ്ഞാടുന്ന വിധത്തിൽ, ഇടകലരുന്ന വിധത്തിൽ, ഔറത്ത് വെളിപ്പെടുന്ന വിധത്തിൽ, നിങ്ങളുടെ ഭംഗി പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിയാറത്ത് സുന്നത്തില്ലെന്നു മാത്രമല്ല, അത് ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുള്ള കാര്യമാണെന്ന കാര്യം, എന്ന വസ്തുത, എന്ന മസ്അല, ദീനിന്റെ ആ നിയമം ഇവിടെ വന്ന സ്ത്രീകളോടും അല്ലാത്ത സ്ത്രീകളോടും ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാത്മാക്കളുടെ മഖ്ബറകൾ അത് നമുക്ക് കളിക്കാനുള്ള, നമുക്ക് നിറങ്ങാനുള്ള കേന്ദ്രങ്ങളല്ല. അത് അനുഗ്രഹങ്ങളുടെ ഈമാനികമായ വർധനവിനും ഈമാനികമായ ഉത്തേജനത്തിനുമുള്ള കേന്ദ്രമാണ്. അതിന് ശരീഅത്തുൽ ഇസ്ലാം സ്ത്രീകളോട് കൽപ്പിച്ച വിധത്തിലല്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അത് സിയാറത്തിനാണെങ്കിലും അല്ലെങ്കിലും അവർക്കുള്ള നിയമം അത് വ്യക്തമാണ്, കൃത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മഹാത്മാക്കളുടെ സിയാറത്ത് എന്ന ലക്ഷ്യം ഉദ്ദേശിച്ച്, നല്ല ഒരു കാര്യം ഉദ്ദേശം വെച്ച് നിങ്ങൾ വന്ന് അതിൽ പിന്നെ ഹറാം കലർത്തി കുറ്റം കിട്ടുന്ന ഒരു പ്രവണത ഒരിക്കലും സ്ത്രീകളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് കുറ്റകരമാണ്, അത് ഹറാമാണ്, അത് പാടില്ലാത്തതാണ്, അത് ശരീഅത്ത് വിലക്കിയതാണ് എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സൗമ്യ സ്വഭാവത്തില് അല്ല, അതിലേറെ ഗൗരവ സ്വഭാവത്തില് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ച ആ രീതിയിൽ മാത്രമേ നിങ്ങൾ സിയാറത്തിന് പോവാനും വരാനും പാടുള്ളൂ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാത്മാക്കളെ മഹബത്ത് വെച്ച്, അവരെ പ്രിയം വെച്ച്, അവരോട് കൂടെ സ്വർഗപ്രവേശനം നേടാൻ അവരോടുള്ള മഹബത്തും, സഹോദരങ്ങളെ, അവരോടുകൂടെയുള്ള നമ്മുടെ ഈ മവദ്ദത്തുമൊക്കെ അല്ലാഹു കാരണമാക്കട്ടെ. അതുവഴി അവരുടെ മദതും അവരുടെ നെറും അവരുടെ ഇൽത്തിഫാത്തും ലഭ്യമാകുന്നവരിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, ശിഷ്യഗണങ്ങൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവരെയും അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മഹാനായ ഷെയ്ഖ് ഖുതുബുസ്സമാൻ അസ്സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹഖ് കൊണ്ട്, ബറകാത്ത് കൊണ്ട് നമ്മുടെ സർവ്വ രോഗങ്ങളിൽ നിന്നും അല്ലാഹു മുക്തി നൽകട്ടെ. സർവ്വ സദുദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ നേതാക്കൾ താജുൽ ഉലമ ഉൾപ്പെടെയുള്ള, നൂറുൽ ഉലമ, അതുപോലെ കൻസുൽ ഉലമ ഉൾപ്പെടെയുള്ള നമ്മുടെ സർവ്വ ഉലമാക്കൾ, നേതാക്കൾ, സാദാത്തുക്കൾ, വഫാത്തായി പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ഇഷ്ടജനങ്ങൾ, അവരുടെ ഒക്കെ ഖബറിടം അല്ലാഹു സ്വർഗീയ ആരാമമാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇതിന്റെ സമാപനം അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ സാദാത്ത് സഅദി അർഷദി തങ്ങളവറുകൾ കേരളത്തിലെ നല്ല വഴല് പ്രഭാഷണ രംഗത്തെ യുവപ്രഭാഷകരിൽ തിളങ്ങുന്ന പ്രഭാഷകനാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആത്മീയ വേദികൾക്ക്, നിരവധി വേദികൾക്ക് നേതൃത്വം നൽകുന്ന വലിയ വ്യക്തിത്വമാണ്. ഞാൻ തങ്ങളെ കൊണ്ട് കുറച്ചു സമയം ഒന്ന് വഴല് പറയിപ്പിക്കണമെന്ന് കരുതിയതാണ്. എൻ്റെ ശബ്ദം ഇന്നലെയും നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ എല്ലായിടത്തും ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു ദിവസം 2ഉം 3ഉം ഒക്കെയുള്ള പ്രഭാഷണങ്ങൾ ആണ് ദിവസവും ഉള്ളത്. ഇന്നലെയും ഉണ്ടായിരുന്നു. ഇത്രയും സമയം എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഞാൻ തന്നെ കരുതിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ബറകാത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. അതുകൊണ്ട് തങ്ങളവറുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. എൻ്റെ ഒരു ശിഷ്യനും നമ്മുടെ ഇവിടുത്തെ ഉസ്താദുമായ മദീനത്തുന്നൂർ, പൂനൂർ മദീനത്തുന്നൂരിലെ പ്രധാന മുദരിസുമായ അലി അഹ്സനി അടക്കരയുടെ പിതാവ് ഇന്ന്
മരണപ്പെട്ടു. വൈകുന്നേരം ഖബറടക്കി. ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിലായതുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചൊരിയട്ടെ, അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. എല്ലാവർക്കും വേണ്ടിയും സയ്യിദ് അൻവർ സാദാത്ത് തങ്ങൾ ദുആ ചെയ്യും. ഇതിനുശേഷം നമ്മൾ പിരിഞ്ഞു പോയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ദുആ ചെയ്യണമേ എന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.